ഈശോമിശിഹായ്ക്ക് സ്നേഹിതരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിലെയും എണ്ണപ്പെട്ടിരിക്കുന്നു. ഈശോമിശിഹായുടെ പുറകെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈശോ കുരിശിന്മേൽ മരിച്ച് അടയ്ക്കപ്പെട്ടു. ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും ഒത്തിരിയേറെ പീഡകൾ സഹിച്ചു. ഈശോയും ഒത്തിരിയേറെ സഹിച്ചു. ഈ ഭൂമിയിൽ വലിയ രാജാവാകുമെന്ന് ശിഷ്യന്മാർ ഉൾപ്പെടെ കരുതിയാൽ മരിച്ച് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു എന്നല്ലാതെ ഈ ഭൂമിയിൽ വലിയ കൊട്ടാര സാദൃശ്യമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതായി നാം കാണുന്നില്ല. പലപ്പോഴും ഈശോയെ അനുഗമിക്കാൻ നമ്മളും തയ്യാറാകുമ്പോൾ നമ്മുടെ മുൻപിൽ വരുന്ന ചില പ്രശ്നങ്ങളിൽ ദൈവം നമ്മെ സംരക്ഷിക്കുമോ? ദൈവത്തിന് നമ്മളെ കുറിച്ച് കരുതലുണ്ടോ? അവിടെ നിന്ന് നമ്മെ ഉപേക്ഷിക്കുമോ? നമ്മളെ ഒറ്റയ്ക്കാക്കുമോ? ചില സമയത്ത് ആരും വേണ്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള പല ആശങ്കകളായിരിക്കും. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഈശോ നമ്മളോട് ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിലകളും എണ്ണപ്പെട്ടിരിക്കുന്നു. അത്രമാത്രം കരുതുന്നവരാൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ എത്രത്തോളം ഇപ്പോൾ ഉണ്ട്? അങ്ങനെ എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും നമ്മളെ കുറിച്ച് അത്രമാത്രം കരുതലുള്ള ഒരാളാണ് നമ്മുടെ ഈശോ. നമ്മുടെ അപ്പനും അമ്മയും നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കയ്യിൽ എത്ര വിരലുണ്ടെന്ന് പോലും ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും. എന്നാൽ നമ്മുടെ തലയിലെ ഓരോ മുടി പോലും ഈശോ എണ്ണുന്നു. അത് എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഈശോ നമ്മെ കരുതുന്നുണ്ട് എന്നാണ്. ആ നിലയിൽ ഈശോയെ അനുഗമിക്കാനോ ഈശോ പറയുന്ന ഒരു കാര്യം അനുസരിക്കാനോ ഒട്ടും മടിയോ ആകുലതയോ ഭയമോ വേണ്ട. ധൈര്യമായി നമുക്ക് ഈശോയെ അനുഗമിക്കാം.